ഇതാണ് വയലപ്പുറം. നമുക്ക് ഇവിടുത്തെ കുറച്ച് വിശേഷങ്ങളായിട്ട് നമുക്ക് വരാം. നമുക്ക് ഈ സ്ഥലങ്ങൾ നല്ലൊന്ന് ഭംഗിയിൽ ആസ്വദിക്കാം. ഇത് വയലപ്പുറ കായലാണ്. അപ്പൊ ഈ കായല് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ പറ്റിയ നല്ല സ്ഥലമാണ്. ഞാനൊക്കെ ഇവിടെ പരിചയം വെച്ചാൽ ഞാൻ ഫസ്റ്റ് വന്നത് ഞാൻ നീന്തല് പഠിച്ചത് ഏഴിമല ചാൾസൺ സാറിന്റെ കീഴിലാണ്. കണ്ണൂരിൽ നിന്നാണ് പഠിച്ചത്. അപ്പൊ ആ ഒരു ഇതില് ഇവിടെ നമുക്ക് നീന്തൽ പരിശീലനം കയാക്കിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ ഫസ്റ്റ് ഇവിടെ വന്നത് തന്നെ. അപ്പൊ തന്നെ എനിക്ക് സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഒരു ബ്ലോഗൊക്കെ ചെയ്തിട്ട് എല്ലാവരും കാണിച്ചു കൊടുക്കണം എന്ന്. നല്ല ഈ കടലിന്റെ പുഴയാണിത്. പുഴേന്റെ നടുക്ക് നല്ല നടപ്പാതിയും കാര്യങ്ങളും, അപ്പുറത്തെ സൈഡിൽ പുഴ കടന്ന് അപ്പുറത്തെത്തിയാല് വെച്ച് കുട്ടികൾ കളിക്കേണ്ടത് എല്ലാം ഉണ്ട്. അപ്പോൾ ഫുഡ് കാര്യങ്ങൾ എല്ലാം ഇവിടുന്ന് കിട്ടും. അപ്പൊ നമ്മൾ ഇന്ന് ഈ ബ്ലോഗിലൂടെ നിങ്ങൾക്ക് സ്ഥലങ്ങളെല്ലാം കാണിച്ചു തരുന്നതായിരിക്കും. അപ്പൊ എല്ലാം ഒന്ന് ആസ്വദിക്കാം. ഉള്ളോട്ട് പോകാം. നമുക്ക് ഈ പിന്നെ കായലിന്റെ നടുക്കേ കൂടി നമുക്ക് നടന്നു നോക്കാം. ഭംഗി ആസ്വദിക്കാം. രണ്ട് സൈഡിലും വെള്ളം കാണുന്നു. രണ്ട് സൈഡിലും വെള്ളം. ഈ പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ അറിയാത്ത ആൾക്കാരെല്ലാം ഇവിടെ വരണം. നല്ല നല്ല പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ പറ്റിയ സ്ഥലമാണ്. അപ്പൊ അതാ ചെരുപ്പിൽ ഇതിനകത്ത് കുടുങ്ങിപ്പോയാലും വീട് നോക്കട്ടെ. ഫോണ് നോക്കണം, ചെരുപ്പ് നോക്കണം. ഇതാ ചാല വെച്ചിട്ട് ഗ്യാപ്പെല്ലാം ഉണ്ട്. അല്ലാതെ കുടുങ്ങിപ്പോയി. അപ്പൊ കാണാൻ വരിക്കുമ്പോ എല്ലാം കുറെ ആഴമുണ്ട് നിൽക്കും. പക്ഷെ ആഴമൊന്നുമില്ല കേട്ടോ. നമ്മളോട് വന്ന സമയത്ത് നമ്മളെ പഠിപ്പിക്കുന്ന മാഷി ഇതിനകത്ത് നമ്മളെ പേടിച്ചിട്ട് ഇറങ്ങാതെ കണ്ടപ്പോ അവര് ഇതിനകത്ത് ഇറങ്ങിയിട്ട് കാണിച്ചതിന് ഒരു അരവരെയെ വെള്ളമുണ്ട്. ഇപ്പൊ ഈ മഴ സമയത്ത് ഇത്ര വെള്ളം ഉണ്ടെന്ന് അറിയില്ല. നമ്മൾ പഠിക്കാൻ വരുന്ന സമയത്ത് അത്ര വെള്ളമൊന്നും ഉണ്ടായില്ല. അത് നമ്മളിതിന്റെ അകത്ത് കയാക്കിങ് നീന്തെല്ലാം ചെയ്തതാണ്. അപ്പൊ വാ. അപ്പൊ ഇത്രയും നല്ല പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ നിങ്ങൾ വരിക. പഴയങ്ങാടി വയലപ്ര. ഇതിപ്പോ അങ്ങോട്ടൊക്കെ കെട്ടുന്നുണ്ട് കേട്ടോ. പുതിയൊരു പാതിയായിട്ട് കെട്ടുന്ന തോന്നുന്നു. ഞാനിപ്പം കാണുന്നത്. മുന്നേ ഒക്കെ ഉണ്ടായിട്ടില്ല. ഇപ്പൊ പുതിയ പാതിയായിട്ട്. ഇവിടെ ഇരിക്കാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഓരോ സ്ഥലത്ത് നമുക്ക് പോകുമ്പോൾ സൈഡില് ഇരിക്കാനുണ്ട്. ചായ ഇപ്പൊ നമ്മൾ വരുമ്പോൾ തന്നെ ചായ വേണോ, കോഫി വേണോ, തണുത്തോളോ എല്ലാം ചോദിക്കുന്നില്ലേ. അപ്പൊ എല്ലാം ഉണ്ട് ഇതിനകത്ത് വന്നു കഴിഞ്ഞാൽ അടിപൊളി. അപ്പൊ ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടത്തേക്കുള്ള വരാനുള്ളത് ഒരു ആഗ്രഹമുണ്ടാവും. എന്തായാലും പോകണമെന്നുണ്ടാവും. അപ്പൊ നമുക്ക് ബാക്കി അങ്ങോട്ട് പോകാം. അങ്ങോട്ട് മലയുണ്ടത്. ഏഴുമല അങ്ങോട്ടാകുമ്പോൾ സംശയം മലയല്ലേ എന്നത്. മല ഉണ്ടല്ലോ. ആവാത്തിന്റെ ഏഴുമല വരുക. ഇത് പഴയങ്ങാടിയല്ലേ. സി ഉണ്ട്, ഫാൻസി കടയുണ്ട്, ചായക്കടയുണ്ട്. നമുക്ക് എന്ത് വേണമെങ്കിലും ഉണ്ട് ഇവിടെ. അതൊരു പ്രത്യേകത. കുടിക്കേണ്ടത്, തിന്നേണ്ട സ്നാക്സ്, അത് ഇത് വേണ്ട. ബോട്ടിങ്ങിന് പോകണമെങ്കിൽ നമുക്ക് ബോട്ടിങ്ങിന് പോകാം. 2 ബോട്ടിൽ കൂടെ കാണുന്നുണ്ട്. എന്താ കല്യാണ പന്തല പോലെല്ലാം ഉണ്ടല്ലോ ഇവിടെ കെട്ടിട്ട്. ബോട്ടിംഗ് ഉണ്ട്. അപ്പൊ ഒരു ബോട്ടിംഗ് ഉണ്ട് നടന്നു. ബോട്ടിംഗ് എന്ന് പറയുമ്പോൾ നമ്മള് ചെറിയ ഇത് നമുക്ക് സ്വന്തമായിട്ട് തന്നെ ഡ്രസ്സെല്ലാം ഇട്ടിട്ട് നമുക്ക് ഓടിച്ചിട്ട് പോകാം. അതാണ് ഇവര് പറയുന്നത്. ഇതിന്റെ അകത്താണ് ഞാൻ കയാക്കിങ് ചെയ്തത്. ഈ പുഴയിൽ കാണുമ്പോൾ നമുക്ക് പേടിയുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഇവിടെ വന്ന സമയത്ത് തന്നെ ഇറങ്ങാതിരുന്നു. ഇതിന്റെ അകത്ത് ഇറങ്ങാതിരുന്നപ്പോ സാറ് പറഞ്ഞു ഒരു താഴ്ച ഇടാൻ ഇതിന്റെ അകത്ത് ഇറങ്ങിയിട്ട് കാണിച്ചു തന്നു. അപ്പൊ സമാധാനമായ. എന്നിട്ടാണ് ഞാൻ ഇതിന്റെ അകത്ത് ഇറങ്ങിയത്. അല്ല ഞാൻ ഇറങ്ങൂല. അങ്ങ് കാണുമ്പോൾ തന്നെ പേടിയായിന്. പക്ഷെങ്കിൽ ഇതിന്റെ ആഴം കണ്ടതിന് ശേഷമാണ് ഞാൻ അതിന്റെ അകത്ത് ഇറങ്ങിയത്. ഇതാണ് ബോട്ട്. ഒരു ബോട്ട് ഇടിയുണ്ട്, ഒരു ബോട്ട് അപ്പുറം ഉണ്ട്. ഇതിപ്പോ ആൾക്കാർ ഇല്ലാത്തതുകൊണ്ട് എന്താ അറിയില്ല. ഡ്രൈവർ ആളെയൊന്നും കാണുന്നില്ല. അപ്പൊ സമയം ഉണ്ടാവുമായിരിക്കും. ഇതിന് എത്ര സമയത്തിൽ ഉണ്ടാവുമായിരിക്കും. അപ്പോൾ ഇഷ്ടംപോലെ ആൾക്കാർ വന്ന് പോയിക്കോട്ടെ. ഇപ്പൊ അപ്പുറത്തെ ബീച്ച് കണ്ട. അവിടെ കാണുന്നത് ബീച്ചാണ്. കുട്ടികൾക്ക് കളിക്കാനും എല്ലാം ഉള്ള സംവിധാനം അവിടെയുണ്ട്. ഉണ്ടാ എന്താ പുഴ എന്ന് പറയുമ്പോൾ ഒന്നൊന്നര പുഴയാ. വയലപ്പുറ പുഴ. ഇത് കണ്ട എന്താന്ന് നല്ല പ്രകൃതി ഭംഗി. എത്ര ആളെന്ന് അറിയടാ. ഇത് അവിടെ കണ്ട ഒരു ഇതുണ്ട്. പിന്നെ വെള്ളം വരുന്ന സ്ഥലം കണ്ട. അത് ഉണ്ടാക്കിയാന്ന് തോന്നുന്നു. ആക്കിയതാണ്. കറണ്ടിനെ കൊണ്ട് എത്തിച്ചിട്ടുള്ള വെള്ളമാണ്. ശരിയായ ഒറിജിനൽ അല്ല. എന്താ വെള്ളച്ചാട്ടം ആർട്ടിഫിഷ്യലാന്ന് തോന്നുന്നത്. ഇവിടെ കുറച്ച് കണ്ടൽക്കാടെല്ലാം ഉണ്ട്. ഇങ്ങനെ കണ്ടൽക്കാടുകള് സൈഡിലെല്ലാം ബോട്ടിംഗ് ഉണ്ട്. അങ്ങതാ ചെറിയ ബോട്ടിംഗ്. അത് അങ്ങ് അങ്ങോട്ട് പോകുന്നുണ്ട്. ചെറിയ ബോട്ടിംഗ് അതാ. നമ്മളത് കണ്ടിട്ടില്ല. അങ്ങുണ്ട് ചെറിയ ബോട്ടിങ് ചെയ്യുന്നുണ്ട്. ഇത് ഇനി പാർക്കിലേക്കാന്ന് പോകുന്നത്. നമ്മള് ഇതെല്ലാം കഴിഞ്ഞ് ഇനി പാർക്കാന്ന്. ഇതാ കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാം ഉണ്ട്. ഇതാ കുട്ടികൾ കളിക്കാൻ പറ്റിയ സാധനങ്ങളുണ്ട്.
വലിയക്കുള്ളത് എന്തെല്ലാം ഉണ്ട്, നടക്കലും എല്ലാം ഉണ്ട്. അത് നെറ്റിലോട്ട് നടക്കുന്നേ, അതോ നമുക്ക് നടന്നു നോക്കിയാലോ? ഞാനാന്ന് നടക്കേണ്ടത്, നമുക്ക് പിന്നെ നടന്നു നോക്കാം, ട്രൈ ചെയ്ത് നോക്കാം നടക്കാൻ പറ്റുമോ. കേറാൻ പോന്നു. അപ്പൊ നമുക്ക് സ്റ്റാർട്ടിങ് ആയി എല്ലാം നടന്നു നോക്കാം. എന്തുണ്ട് കാല് വേദന എനിക്ക്, ഞാൻ ഇന്നലെ വീണ് പോയി. അപ്പൊ ചെറുതായിട്ട് പടം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ തൈലെല്ലാം താടിയിട്ട് ഇങ്ങനെ ചൂടിലും പിടിച്ചിട്ട് നിൽക്കുന്നതാണ്. അപ്പൊ മെല്ലെ നടന്നു നോക്കാം, രസമല്ലേ. കുടിക്കുന്ന അപ്പൊ നല്ല രസമുണ്ടായിരുന്നു. എന്റെ കാല് വേനയിലോ പ്രശ്നമായിരുന്നു. അപ്പൊ നല്ലൊരു ഇരിക്കുന്നുണ്ട് സീറ്റ്. രണ്ടിട്ട് ഇരിക്കാൻ കുറച്ച് വെള്ളം കുടിക്കട്ടെ, തളർന്നുപോയി. അപ്പൊ ഇത് കുട്ടിലെ ബീച്ചാണ്. അപ്പൊ നമുക്ക് ഇവിടെ ആവശ്യമില്ല, നമുക്ക് അപ്പുറം പോയിട്ട് കുറച്ച് നേരം ഇങ്ങനെ ഇരിക്കാം. ഇത് കുട്ടികൾക്ക് ഗെയിം കളിക്കുന്ന സ്ഥലം. അതിൻ്റെ ഉള്ളില് ഗെയിമിന്റെ എന്തെല്ലാന്ന് ഉള്ളിലേക്ക് കയറുന്നില്ല, കുട്ടികളുടെ സ്ഥലമല്ല, അപ്പൊ നമുക്ക് പ്രവേശനം ഉണ്ടാവില്ല. അപ്പൊ ഇത് വയലപ്ര കായലിന്റെ വിശേഷം ഞാൻ കാണിച്ചത്. എല്ലാവരും ഇവിടെ വരും, ഒരിക്കലും ഇത് കാണും കേട്ടോ. ഭയങ്കര ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ ഇതാ നല്ല കായൽ എന്താ പറയുക, നമ്മള് പുഴ എന്നുള്ള കായൽ തന്നെ, കായല് പുഴയെല്ലാം കണക്കന്നെ. അപ്പൊ ഈ കായലിന്റെ പേരുള്ള സമയത്ത് എനിക്കൊരു പാട്ട് ഓർമ്മ വന്നത്, രണ്ടുപേരി. കായൽ കരയിൽ തനിച്ചു വന്നതു കാണാൻ, നിന്നെ കാണാൻ, കടലിനരികിൽ ഒരുങ്ങി നിന്നതു ചൊല്ലാൻ, പലതും ചൊല്ലാൻ, കായൽ കരയിൽ തനിച്ചു വന്നതു കാണാൻ, നിന്നെ കാണാൻ. അപ്പൊ നമ്മളപ്പുറം പോയി അതിന്റെ മേലും കയറി നേരെ മടങ്ങി. കുറച്ച് സമയം പോകണം അപ്പോഴത്തേക്ക്. പക്ഷെ ഇവിടെ നമുക്ക് പ്രതിയായാൽ ഇവിടേക്ക് ഇങ്ങനെ ഇരിക്കാതെ ദൂരെ കണ്ട അങ്ങത്തോടെ സ്ഥലമുണ്ട്, ഇരിക്കാൻ സ്ഥലമുണ്ട്, നടപ്പാതയുണ്ട്, ചായപ്പൊടിയുണ്ട്, കൂൾബാറുണ്ട്, എല്ലാം ഉണ്ട്. പ്രതി എല്ലാം ആസ്വദിക്കാം. അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക.